പണ്ട് കണിയാപുരം രാമചന്ദ്രൻ നരസിംഹറാവുവിനെ കുറിച്ച് പാസാക്കിയ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: വിവരമില്ല, വിവരമുള്ളവർ പറഞ്ഞാൽ കേൾക്കുകയുമില്ല, പിന്നെ വേറെന്ത് ഗുണമുണ്ടെങ്കിലും വല്ല കാര്യമുണ്ടോ? അതായിരുന്നു കണിയാപുരത്തിന്റെ ചോദ്യം. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മിത്രങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? വിവരം പോയിട്ട് വെളിവ് പോലും ഇല്ലാത്ത കൂട്ട്, തിന്നുന്നതും ചാണകം, തലച്ചോറിലും ചാണകം. ആ ബുദ്ധിയും കൊണ്ട് തോമസ് ഐസക്കിനെ പരിഹസിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മിത്രങ്ങൾ. കോവിഡ് കാലത്ത് കമ്മി പരിഹരിക്കാൻ ഒരു നിർദ്ദേശം ഐസക് മുന്നോട്ട് വെച്ചിരുന്നു: കൂടുതൽ നോട്ടടിക്കണം. 90കളിൽ കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ച രീതിയാണത്. രാജ്യം അസാധാരണമായ പ്രതിസന്ധി നേരിടുമ്പോൾ ആ രീതി തിരിച്ചു കൊണ്ടുവരണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഇത് കേട്ടപാടെ മിത്രങ്ങൾക്ക് പരിഹാസം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അറിയാവുന്ന സാമ്പത്തിക ശാസ്ത്രം വേറെയാണ്. കയ്യിൽ കാശില്ലെങ്കിൽ കള്ളനോട്ടടിക്കും. അതുപോലെ എന്തോ ഐസക് പറഞ്ഞു എന്ന ധാരണയിലാണ് പരിഹാസം. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ഐസക് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. റിസർവ് ബാങ്ക് ആണ് ഈ നോട്ട് അച്ചടിക്കുന്നത്. അതുകൊണ്ട് റിസർവ് ബാങ്കോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് 1 ലക്ഷം കോടി രൂപ അഡീഷണൽ വേണം എന്ന് പറഞ്ഞാൽ അവർ നോട്ട് അച്ചടിക്കും, 1 ലക്ഷം കോടി രൂപ വരും. അങ്ങനെയായിരുന്നു പണ്ട് ഈ 1990 വരെ അല്ലെങ്കിൽ 80-85 വരെ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതൽ പണം വേണമെങ്കിൽ നോട്ട് അച്ചടിപ്പിക്കും. അതിനാണ് നമ്മൾ കമ്മിപ്പണം അച്ചടിക്കുക എന്ന് പറയുന്നത്. ഇന്ന് അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ വായ്പയെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാന്നാ പറയുന്നത്. ഡെഫിസിറ്റ് മോണിറ്റൈസിംഗിനെ കുറിച്ചാണ് തോമസ് ഐസക് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഗൂഗിൾ ധാരാളം. പക്ഷേ തുമ്പി താബൂക്ക് പൊക്കുന്ന കാലത്ത് പോലും മിത്രങ്ങൾക്ക് അതൊന്നും കഴിയില്ല. അക്ഷരാഭ്യാസം തന്നെ നന്നേ കുറവ്. ധ്വജപ്രണാമം എന്നൊക്കെ തട്ടിവിടുമെങ്കിലും സംഗതി എഴുതി കാണിക്കാൻ പറഞ്ഞാൽ കുടുങ്ങുന്നവർ. അക്കൂട്ടരെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവ് നേരിട്ടിറങ്ങിയിട്ടും ഫലമില്ല. എന്നാൽ മിത്രങ്ങളുടെ പ്രചരണത്തിൽ വീണുപോകുന്ന സാധുക്കളുണ്ട്. അവരൊന്ന് ശ്രദ്ധിക്കണേ. ചിത്രത്തിലുള്ളത് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുരാം രാജന്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞതും ഐസക്കിന്റെ നിലപാടു തന്നെ. പ്രതിസന്ധിയുടെ കാലമാണ്. കമ്മി നികത്താൻ കൂടുതൽ പണം അച്ചടിക്കണം. അത് അനിവാര്യമാണ്. ബിസിനസ് സ്റ്റാൻഡേർഡിലെ ഒരു വാർത്തയിൽ മുൻ RBI ഗവർണർമാർക്കും ഇതേ അഭിപ്രായം. സാമ്പത്തിക വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല. അതായത് ആ മേഖലയിലെ വിദഗ്ധർക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായം. ഐസക് പറഞ്ഞതും അത് തന്നെ. പക്ഷേ മിത്രങ്ങൾക്ക് എന്ത് സാമ്പത്തിക വിദഗ്ധർ? അണ്ടിമുക്ക് ശാഖയിലെ വടിവാൾജിയാണ് അവരുടെ റിസർവ് ബാങ്ക് ഗവർണർ. ശാഖയിൽ പരിശീലിച്ച അടവും വെച്ച് അവർ തോമസ് ഐസക്കിനെ എന്നല്ല, ആദം സ്മിത്തിനു വരെ വിലയിടും. NJ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ച പ്രപഞ്ചത്തിലെ ഏക വ്യക്തിയാണല്ലോ അവരുടെ ബെഡാമിത്രം. എന്തും പ്രതീക്ഷിക്കും. വർഗീയ കലാപം ഉണ്ടാക്കുക, കൂട്ടക്കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുക, ഇരുട്ടത്തൊളിച്ചിരുന്ന് ആളെ കൊല്ലുക, സമൂഹത്തിൽ സ്പർദ്ധയും വിദ്വേഷവും പരത്തുക, കൊട്ടേഷൻ പണി, ഗുണ്ടാപിരിവ് തുടങ്ങിയ സുകുമാര കലകളിൽ വൈദഗ്ധ്യം നേടിയവർക്ക് സൂര്യന് താഴെ ഏതു വിഷയത്തിലും പ്രതികരിക്കാമെന്നാണെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിൽ മിത്രങ്ങൾക്കും മിണ്ടാം, ആധികാരികമായി തന്നെ.